കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ ഉപഭോക്താക്കൾക്കുമായി നൽകുന്ന ഓണം സ്പെഷ്യൽ അരിയുടെ വില ഇരട്ടിയാക്കി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. 1 കിലോ അരിക്ക് 26 രൂപ നൽകണം. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് റേഷൻ കട വഴി നൽകുന്ന അരിയുടെ വില ഇത്രയേറെ ഉയർന്നു നിൽക്കുന്നത്. അരി വിറ്റുപോകില്ലെന്ന ഒരു വിഭാഗം റേഷൻ വ്യാപാരികളുടെ ആവശ്യവും സർക്കാർ തള്ളി. കഴിഞ്ഞ വർഷം ഓണത്തിന് നൽകിയത് 10 രൂപ 90 രൂപയ്ക്കാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആദ്യമായാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന അരി റേഷൻ കട വഴി വിൽക്കുന്നത്. ഇതിനായി ഓരോ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും വാങ്ങുന്നത് കിലോയ്ക്ക് 26 രൂപ. ഇത്ര ഉയർന്ന വില ഒരിക്കൽ പോലും റേഷൻ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ ചരിത്രം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഉണ്ടായിട്ടില്ല. വിവിധ സബ്സിഡികൾ വഴി ഓണക്കാലത്ത് വില കുറയ്ക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം 10 രൂപ 90 ലഭിച്ചിരുന്ന ഓണം സ്പെഷ്യൽ അരിയാണ് ഇത്തവണ 2.5 ഇരട്ടിയിലേറെ വർദ്ധിച്ച് 26 രൂപയായത്. അതേസമയം ഉപഭോക്താക്കളുടെ എതിർപ്പ് കുറയ്ക്കാനായി സാധാരണ നൽകുന്ന റേഷൻ അരിയുടെ വില 10 രൂപ 90 നിലനിർത്തിയിട്ടുണ്ട്. 26 രൂപയുടെ സ്പെഷ്യൽ അരി വെള്ളക്കാർഡിന് 15 കിലോ, നീലക്കാർഡിന് 10 കിലോ, പിങ്ക് കാർഡിന് 3 കിലോ എന്നിങ്ങനെ ലഭിക്കും. സംസ്ഥാനത്ത് ആകെയുള്ള 14,000-ഓളം വരുന്ന റേഷൻ കടകളിൽ 26 രൂപയുടെ അരി എത്തിച്ചിട്ടുണ്ട്. 10 രൂപയ്ക്ക് നൽകുന്ന അരിയിൽ നിന്ന് വിഭിന്നമാണെന്നാണ് സർക്കാർ അവകാശവാദം. പക്ഷേ രണ്ടരിയും തമ്മിൽ വേവിൽ വ്യത്യാസമില്ലെന്ന പരാതി റേഷൻ കട ഉടമകൾക്ക് തന്നെയുണ്ട്. വില ഉയർന്നു നിൽക്കുന്നതിനാൽ വിറ്റുപോകാൻ സാധ്യത കുറവായത് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് അനുനയിപ്പിക്കാനായി അരിയുടെ കമ്മീഷൻ വർദ്ധിപ്പിച്ചാണ് റേഷൻ കടക്കാരെ കൊണ്ട് അരി വാങ്ങിപ്പിക്കുന്നത്. ഉത്സവ സീസണുകൾക്ക് മുന്നോടിയായി റേഷൻ വിഹിതം വർദ്ധിപ്പിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. തുടർന്ന് റേഷൻ വിഹിതം കുറഞ്ഞതോടെയാണ് ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴിയുള്ള വില കൂടിയ അരി റേഷൻ ഉപഭോക്താക്കൾക്ക് മേൽ കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.